എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 177, 178 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ വസന്തതിലകം വൃത്തവും രണ്ടാമത്തേതിൽ മാലിനി വൃത്തവുമാണ് വരണത്. ഈ വൃത്തങ്ങൾ മാറണത് സർഗത്തിൻ്റെ അവസാനത്തിലാണ്. ഈ 2 ശ്ലോകത്തോട് കൂടിയിട്ട് 8ാമത്തെ സർഗം അവസാനിക്കുകയാണ് ചെയ്യണത്. അടുത്തതായിട്ട് ഈ മധുരാപുരിയിലെ വിഷയങ്ങൾ, അതായത് കംസനും കംസൻ്റെ തുടർച്ചക്കാരൊക്കെ മരിച്ചുപോയി. ഇനി എന്താണ് ഭഗവാൻ അവിടെ അടുത്ത നടപടി കൈക്കൊള്ളുന്നതെന്ന് പറയണത്. നമുക്ക് ആദ്യം 177ാമത്തെ ശ്ലോകം നോക്കാം. ആശ്വാസയൻ പ്രചലിതം നരപാലലോകമാന്തോളിതേന കരകോകനദ്വയേന ആരുഹ്യമഞ്ജമരവിന്ദവിലോചനസ്ഥൗ സദ്യ സബാഷ്പനയനൗ പിതരൗ വവന്ദേ. ആദ്യം പദച്ഛേദം പറയാം. ആശ്വാസയൻ പ്രചലിതം നരപാലലോകം ആന്തോളിതേന കരകോകനദ്വയേന ആരുഹ്യ മഞ്ജം അരവിന്ദലോചന തൗ സദ്യ സബാഷ്പനയനൗ പിതരൗ വവന്ദേ. ഇവിടെ ശ്രീകൃഷ്ണനെ പറയാണ് അരവിന്ദലോചന പ്രചലിതം നരപാലലോകം. അരവിന്ദലോചനൻ, താമരപ്പൂ പോലെയുള്ള കണ്ണുകളോടുകൂടിയ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രചലിതം നരപാലലോകം. പ്രചലിതം എന്ന് പറഞ്ഞാൽ ആകെ ഇളകി മറിഞ്ഞ പ്രക്ഷുബ്ധമായ നരപാലലോകത്തെ, നരപാലന്മാരെ രാജാക്കന്മാരുടെ കൂട്ടത്തിനെ, അതായത് കംസനും കംസൻ്റെ സഹോദരങ്ങളുമായിട്ട് മഹാരാജാക്കന്മാരുടെ ഒരു സമൂഹം തന്നെ ഉണ്ടായിരുന്നു. അവരെ മുഴുവനും വധിച്ചപ്പോൾ ബാക്കി രാജാക്കന്മാർ ആരും ഇല്ല മധുരയിലെന്നൊന്നും അർത്ഥമില്ല. പക്ഷേ രാജ്യഭാരം കയ്യാളിയിരുന്ന ആ വംശക്കാർ മുഴുവനും ഇല്ലാതെയായി. അതായത് കംസനും കംസൻ്റെ കൂട്ടാളികളും ഇല്ലാതെയായി. പക്ഷേ അവിടെ സാമന്ത രാജാക്കന്മാരും സഹായികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് നരപാലലോകം എന്ന്. മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങളുടെ രാജാക്കന്മാർ, ആ രാജാക്കന്മാരൊക്കെ ശ്രീകൃഷ്ണൻ്റെ നേർക്ക് ആക്രമിക്കണമെന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് നിന്നത്. പക്ഷെ പേടിയായിരുന്നു. ഇപ്പോൾ ഈ ചെയ്ത പ്രവൃത്തികൾ എല്ലാവരും കണ്ടുല്ലോ. അതോടുകൂടിയിട്ട് ബാക്കി അവിടെ കൂടിയുണ്ടായിരുന്ന സകല ജനങ്ങൾക്കും ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് ഇത്തിരി പേടിയൊക്കെ തോന്നി. അപ്പോൾ അവരെ നോക്കിയിട്ട് ആകെ പ്രക്ഷുബ്ധമായി രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാരെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ നോക്കിയിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? ആന്തോളിതേന കരകോകനദ്വയേന, അവരെ നോക്കിക്കൊണ്ട് ആന്തോളനം ചെയ്തു. ആന്തോളനം ചെയ്യാന്ന് പറഞ്ഞാൽ അനക്കുക, കയ്യാണ്. കരകോകനദം, കരമാകുന്ന കോകനദം, രൂപകാലങ്കാരം. കയ്യാകുന്ന കോകനദം എന്ന് പറഞ്ഞാൽ ആമ്പലെന്നും താമര എന്നൊക്കെ അർത്ഥം പറയാം. താമരപ്പൂ പോലത്തെ അല്ലെങ്കിൽ ആമ്പൽപ്പൂ പോലത്തെ വിശുദ്ധമായ തിളങ്ങുന്നതായ കൈകൾ വീശിക്കൊണ്ട്, അതാണ് ആന്തോളനം ചെയ്യാന്ന് വെച്ചാൽ കൈ വീശുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. തൻ്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ളതിന് കാണിക്കാൻ വേണ്ടിയിട്ട് തടയുന്ന രീതിയിലുള്ള കൈ നിർത്തിയിട്ടുള്ള വീശലുണ്ട്. അവരെയൊക്കെ കണ്ടു, ഞാൻ ഇനി നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് ജനങ്ങളോട് പറയുന്നതായ കൈവീശലുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഒരു രാജചിഹ്നം അല്ലെങ്കിൽ രാജാവിൻ്റെ മുദ്രയാണ് കൈവീശി കാണിക്കുക, ജനങ്ങളെ പരിഗണിക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ കൂടുതലായിട്ട് യോജിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങളാരും പേടിക്കേണ്ടതില്ല, നിങ്ങളെ മുഴുവനും ഞാൻ പരിപാലിച്ചു കൊള്ളാം എന്നുള്ള രീതിയിൽ കൈവീശി കാണിക്കുന്നവനായ ശ്രീകൃഷ്ണൻ. അതാണ് ആന്തോളിതേന കരകോകനദ്വയേന ആശ്വാസയൻ. ആശ്വാസയൻ എന്നുള്ള വാക്ക് പറയുന്നത് കൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കുക തന്നെയാണ് ചെയ്യണത്. രാജാവ് പോയി അല്ലെങ്കിൽ രാജാവിനെ വധിച്ചു എന്നുള്ളത് കൊണ്ട് രാജ്യം അനാഥമാവുമൊന്നുമില്ല. നിങ്ങളെ ഞാൻ പരിപാലിച്ചോളാം എന്നുള്ളതിൻ്റെ സൂചകമായിട്ട് കൈവീശി കാണിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് സദ്യ പെട്ടെന്ന് തന്നെ മഞ്ചം ആരുഹ്യ, കൊട്ടാരത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ അവിടേക്ക് കയറിയിട്ട്, കൊട്ടാരക്കെട്ടുകളിലേക്ക് രാജാവ് എവിടെയാണോ നിൽക്കേണ്ടത് അവിടേക്ക് കയറി നിന്നിട്ട് എന്നാണ് അർത്ഥം പറയേണ്ടത്. നേരത്തെ പറഞ്ഞു രംഗമഞ്ചം, അവിടെ വെച്ചിട്ടാണ് മല്ലന്മാരുമായിട്ടുള്ള യുദ്ധമുണ്ടായത് എന്ന്. അവിടെ വേണമെങ്കിൽ കയറി നിന്നു എന്നും പറയാം. ബാക്കി ജനങ്ങളും ഈ പറഞ്ഞ സാമന്ത രാജാക്കന്മാരും ഒക്കെ താഴെയാണല്ലോ നിൽക്കുന്നത്. എവിടെയായാലും രാജാവ് നിൽക്കേണ്ടതായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ എല്ലാ ജനങ്ങളെയും, പ്രജകളെ മുഴുവനും കൈ വീശി കാണിച്ചുകൊണ്ട് അവരെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട്, മാത്രമല്ല അവിടെ 2
പ്രധാനപ്പെട്ട ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണത്? പീതരൗ. അവിടെ അച്ഛനമ്മമാരുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും കാരാഗ്രഹത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണല്ലോ കംസൻ ഉണ്ടായിരുന്നത്. കംസൻ്റെ മരണശേഷം അവരെയൊക്കെ മോചിപ്പിച്ചു. അപ്പോൾ അവരെ രണ്ടുപേരെയും ബാഷ്പനയനൗ തൗ പിതരൗ ഭവന്തേ. ബാഷ്പനയനന്മാരായിട്ടുള്ള പിതരൗ, അതായത് കണ്ണീരണിഞ്ഞു നിൽക്കുന്നവരായ അച്ഛനമ്മമാർ. അത് സന്തോഷാശ്രുക്കളാവാം, അല്ലെങ്കിൽ ഇത്രയും കാലം എനിക്ക് ഈ മകനെ കാണാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവല്ലോ, കുട്ടിയെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നൊരു ഹൃദയവും, ഒരു മാതൃഹൃദയവും പിതൃഹൃദയവും ഒക്കെ അവിടെ ഉണ്ടാവാം. അവരുടെ പലതരത്തിലുള്ള വികാരങ്ങൾ, സന്തോഷവും ദുഃഖവും ഒക്കെ മിശ്രമായിട്ടുള്ള ആ ഒരു വികാരം, അതാണ് കണ്ണുനീരിലൂടെ പുറത്തേക്ക് വന്നത്. അങ്ങനെ കണ്ണീരണിഞ്ഞു നിൽക്കുന്നവരായിട്ടുള്ള അച്ഛനമ്മമാരെ ആദ്യം പോയിട്ട് വവന്തേ, വന്ദിച്ചു, പ്രണമിച്ചു എന്നർത്ഥം. ഈ അച്ഛനമ്മമാരെ ശരിക്കും കണ്ടിട്ട് തന്നെ ഇല്ലല്ലോ. ആ ജനിച്ച സമയത്തൊന്ന് കണ്ടതല്ലേ ഉള്ളൂ. പിന്നെ നന്ദഗോപരുടെ അടുത്തേക്ക് കൊണ്ടാക്കുകയാണല്ലോ ഉണ്ടായത്. ജീവിതത്തിൻ്റെ കുറേ കുട്ടിക്കാലം മുഴുവനും അവിടെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് കംസനെ വധിച്ച ശേഷമാണ് ഇവരെ കാണുന്നത്. കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെ, അതായത് ആദ്യത്തെ പ്രവൃത്തി കംസൻ എന്ന് പറയുന്ന ആ ദുരാത്മാവായതുകൊണ്ട് ആദ്യം വധിച്ചു എന്നേ ഉള്ളൂ, തന്നെ അത്രയ്ക്കധികം ആക്രമിച്ചതുകൊണ്ട്. ശരിക്കും മധുരയിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി അച്ഛനമ്മമാരെ കാണുകയൊക്കെ തന്നെയാണ്. പക്ഷേ കംസൻ്റെ ആക്രമണങ്ങളിൽ നിന്നും ഒഴിവായാലേ അച്ഛനമ്മമാരെ വേണ്ട വിധം കാണാനും വന്ദിക്കാനും ഒക്കെ പറ്റുള്ളൂ എന്നുള്ളത് ശ്രീകൃഷ്ണൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് കംസവധത്തിനു ശേഷം പെട്ടെന്ന് തന്നെ അച്ഛനമ്മമാരെ കൊണ്ടുവരികയും അവരെ വന്ദിക്കുകയും ചെയ്തത് എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് എന്താണ് ആ രാജ്യത്തിൻ്റെ ചുമതല ആർക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗത്തിന് പരിസമാപ്തി കുറിക്കുകയാണ് സുകുമാരകവി. നമുക്ക് 178 ശ്ലോകം ചൊല്ലാം. ഇതി തമമരശത്രും ലീലയാ സാധയിത്വാ സപതി വിഗതബന്ധം കാരയിത്വോഗ്രസേനം ദ്യുതിമതി മണിപീഠേ തം പ്രതിഷ്ഠാപ്യ ദേവ കൃതമിതി യദുവീരഃ കൃത്യമർദ്ധം സമേനേ. ഈ ശ്ലോകത്തിൽ ഉഗ്രസേനനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കാദ്യം പദച്ഛേദം പറയാം. ഇതി തം അമരശത്രും ലീലയാ സാധയിത്വാ സപതി വിഗതബന്ധം കാരയിത്വാ ഉഗ്രസേനം ദ്യുതിമതി മണിപീഠേ തം പ്രതിഷ്ഠാപ്യ ദേവ കൃതം ഇതി യദുവീര കൃത്യം അർദ്ധം സ മേനേ. ഇവിടെ ഒരേപോലത്തെ കുറേ വാക്കുകൾ അവസാനത്തെ വരിയിൽ വന്നിട്ടുണ്ട്. ഭഗവാൻ വേണ്ടതൊക്കെ ചെയ്തു തീർത്തു. അതിൻ്റെ ഒരു കുറേ ഭാഗങ്ങൾ താൻ വന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം ചെയ്തു തീർത്തു എന്നുള്ളതിൻ്റെ ഒരു കൃതകൃത്യതയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സ യദുവീര ദേവ, ആ യദുവീരനായിട്ടുള്ള ദേവൻ. യദുവീരൻ എന്ന് പറയുമ്പോൾ യാദവന്മാരുടെ വംശത്തിലാണല്ലോ ശ്രീകൃഷ്ണൻ പിറന്നിരിക്കുന്നത്. കളിച്ചത് മുഴുവനും അമ്പാടിയിൽ പോയിട്ടാണെങ്കിലും ക്ഷത്രിയനാണ്. അപ്പോൾ യദുവീരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ദേവൻ ഇതി ഇപ്രകാരം തം അമരശത്രും ലീലയാ സാധയിത്വ, ആ അമരശത്രുവിനെ, അമരശത്രു ദേവന്മാരുടെ ശത്രു, അതായത് കംസൻ, ആ കംസനെ ഇപ്രകാരം നേരത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിച്ച വിധത്തിൽ സാധയിത്വ, ഇല്ലായ്മ ചെയ്തിട്ട്, വധിച്ചിട്ട്. സാധനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ക്ഷീണിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഇല്ലായ്മ ചെയ്യുക, വധിക്കുക എന്ന് തന്നെയാണ് അർത്ഥം വരണത്. സാധയിത്വ സപതി, അപ്പോൾ തന്നെ, അതായത് മരിച്ചു, കംസൻ മരിച്ചു, കംസനെ കൊന്നു, അതിനുശേഷം അച്ഛനമ്മമാരെ വന്ദിച്ചു. ഉടനെ തന്നെ എന്താണ് പിന്നെ കൃഷ്ണൻ ചെയ്തത്? സപതി ഉഗ്രസേനം വിഗതബന്ധം കാരയിത്വ, ഉഗ്രസേനനെ കെട്ടഴിച്ചു വിട്ടു. ഉഗ്രസേനനെ ജയിലിൽ പാർപ്പിച്ചേക്കുമായിരുന്നു കംസൻ. കംസൻ്റെ ചീത്ത നടപടികളായിരുന്നുവല്ലോ രാജ്യത്ത് നടന്നിരുന്നത്. അച്ഛനമ്മമാരെയും സഹോദരന്മാരെയും പിന്നെ മക്കളെ വേണമെങ്കിൽ ആരെയാ വേണമെങ്കിൽ തനിക്കെതിരായിട്ട് ആരൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടോ അവരെ മുഴുവനും അപ്പം തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക എന്നുള്ളതായിരുന്നു കംസൻ ചെയ്തിരുന്നത്. അല്ലാതെ താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ആലോചിക്കുക പോലും ചെയ്തിരുന്നില്ല. ദേവകി വസുദേവന്മാരെ ഒരു കാരണവുമില്ലാതെ, അതായത് 8ാമത്തെ പുത്രൻ വധിക്കുമെന്നുള്ളത് കേട്ട ഉടനെ തന്നെ ജയിലിൽ കൊണ്ടടച്ചു. അതുപോലെ അവർക്ക് അനുകൂലമായി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛനായിട്ടുള്ള ഉഗ്രസേനനെയും ഇതുപോലെ തന്നെ ജയിലിൽ പാർപ്പിക്കുകയാണ് ചെയ്തത്. ദേവകി വസുദേവന്മാരിൽ ദേവകിയാണല്ലോ കംസൻ്റെ സഹോദരി.
അത് ദേവകൻ എന്നു പേരുള്ള രാജാവിൻ്റെ പുത്രിയാണ് ദേവകി. ദേവകനും ഉഗ്രസേനനും സഹോദരന്മാരായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ദേവകി സഹോദരി ആവണത്. ഉഗ്രസേനന് വേറെ മക്കളുണ്ടായിരുന്നു. അവരാണ് നേരത്തെ കംസൻ മരിച്ചപ്പോൾ ബലരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ ആക്രമിക്കാനായിട്ട് വന്നത്. അങ്ങനെ ഉഗ്രസേനൻ കംസൻ്റെ പിതാവൊക്കെ ആണെങ്കിലും കംസനെ എതിർത്ത് സംസാരിച്ചിരുന്നു ഉഗ്രസേനൻ എന്നുള്ളത് കൊണ്ട് വൈകാതെ തന്നെ വയോവൃദ്ധനാണ് എങ്കിലും ഉഗ്രസേനനെ ജയിലിലടക്കുകയാണ് ചെയ്തത്, കാരാഗൃഹത്തിൽ അടച്ചിട്ടു. അപ്പോൾ ഭഗവാൻ ചെന്നത് കംസനെ വധിക്കാനാണ്. കംസവധം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ മുത്തശ്ശനായിട്ടുള്ള അമ്മാത്ത മുത്തശ്ശനായിട്ടുള്ള ഉഗ്രസേനനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട്, അതാണ് വിഗതബന്ധം കാരയിത്വ എന്ന് പറഞ്ഞത്. ബന്ധനത്തിലായിരുന്നു, ജയിലിൽ ചങ്ങലാബന്ധത്തിലൊക്കെയാണ് ഇട്ടിരുന്നത്. ഇതൊക്കെ ചെയ്യാൻ പറ്റണ കാര്യമാണോ എന്ന് ചോദിച്ചാൽ കംസനെ പോലെയുള്ളൊരു ദുഷ്ടബുദ്ധിക്ക് എന്തും ചെയ്യാലോ. അങ്ങനെ അവിടെ നിന്ന് മോചിപ്പിച്ചിട്ട് വിഗതബന്ധം കാരയിത്വ ദ്യുതിമതി മണിപീഠേ തം പ്രതിഷ്ഠാപ്യ. ദ്യുതിമതി എന്ന് പറഞ്ഞാൽ നല്ല ശോഭയുള്ളതായ, ദ്യുതിമത്, ദ്യുതി എന്ന് പറഞ്ഞാൽ നല്ല തെളിച്ചം, ശോഭ, വെളിച്ചം ഒക്കെ ഉള്ളതായ മണിപീഠത്തിൽ, ഒരു ഉയർന്ന സിംഹാസനത്തിൽ എന്നർത്ഥം. ആ ചക്രവർത്തി പദത്തിൽ പ്രതിഷ്ഠാപ്യ എന്ന് പറഞ്ഞാൽ അതിലേക്ക്, ആ ഒരു ചക്രവർത്തി പദവിയിലേക്ക് ആരോഹണം ചെയ്യിപ്പിച്ചിട്ട്, ഇനി അങ്ങാണ് രാജാവ് എന്ന് പറഞ്ഞ് ആ അധികാരവും അതുപോലെ കിരീടവും ചെങ്കോലുമൊക്കെ കൊടുത്ത് മുത്തശ്ശനെ കയറ്റി ഇരുത്തിയിട്ട്, അതാണ് പ്രതിഷ്ഠാപ്യ. അർദ്ധം കൃത്യം കൃതമിതി മേനെ. അർദ്ധം കൃത്യം എന്ന് പറഞ്ഞാൽ തൻ്റെ പകുതി ഭാരം ചെയ്തു തീർത്തു എന്ന് കരുതി. കൃതമിതി മേനെ. ഈ ഒരു വലിയ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അമ്മാമനാണ്, അതുകൊണ്ട് തന്നെ വധിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരുന്നു. അതുകൊണ്ട് അമ്മാമനായിട്ടുള്ള കംസനെ കുറേ അധികം പ്രകോപിപ്പിച്ചിട്ട് ഓരോരുത്തരെ കൊണ്ടും തൻ്റെ ശത്രുവിനെ വധിക്കാൻ വേണ്ടതായിട്ടുള്ള നടപടികൾ കംസൻ കൈക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോരോ പ്രവൃത്തികളെ കൊണ്ട് കംസൻ തൻ്റെ ചീത്ത, അതായത് ദുർഗുണങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ദുർഗുണമൂർത്തിയായിട്ടുള്ള കംസനെയാണ് ശ്രീകൃഷ്ണൻ മധുരാപുരിയിൽ വന്ന് വധിച്ചത്. അങ്ങനെ ആ ഒരു പ്രവൃത്തി, അതിനായിട്ടാണ് പ്രധാനമായിട്ടും വന്ന് അവതരിച്ചത്. ഭൂമിയുടെ ഭാരം തീർക്കുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും കുപ്രസിദ്ധനായിരുന്ന കംസനൊക്കെയാണ് ഒന്നാമതായിട്ട് എണ്ണപ്പെട്ടിരുന്നത്. അങ്ങനെ കംസനെ വധിച്ചതോട് കൂടിയിട്ട് തൻ്റെ പകുതി ഭാരം, അർദ്ധം കൃത്യം കൃതമിതി മേനെ, ചെയ്തു തീർന്നു എന്ന് ഭഗവാൻ വിചാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗത്തിന് അവസാനം കുറിക്കുകയാണ് സുകുമാരകവി ചെയ്യണത്. ഇനി വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങളൊക്കെ 9ാമത്തെ സർഗത്തിലാണ് പറയുക. നമുക്ക് ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആശ്വാസയൻ പ്രചലിതം നരപാലലോകമാന്തോളിതേന കരകോകനദ്വയേന ആരുഹ്യമഞ്ജമരവിന്ദവിലോചനസ്ഥൗ സദ്യ സബാഷ്പനയനൗ പിതരൗ വവന്ദേ. ഇതി തമമരശത്രും ലീലയാ സാധയിത്വാ സപദി വിഗതബന്ധം കാരയിത്വോഗ്രസേനം ദ്യുതിമതിമണിപീഠേ തം പ്രതിഷ്ഠാപ്യ ദേവ കൃതമിതി യദു വീരഃ കൃത്യമർദ്ധം സമേനേ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.